അപ്പോൾ നമുക്ക് കുറച്ച് ആരാധകരുടെ ആവേശം എങ്ങനെയൊക്കെയാണ് വാദപ്രതിവാദങ്ങളുമായി നാട്ടിലൊക്കെ എല്ലാവരും ഇപ്പോൾ അർജന്റീന ഫാൻസ് മറ്റ് രാജ്യങ്ങളുടെ ഫാൻസുകളൊക്കെ ചേർന്നുള്ള വളരെ രസകരമായ ആരോഗ്യപരമാകട്ടെ ഇടികൂടലേന്നാണ്. അപ്പോൾ ആരാധകരുടെ ആവേശക്കാഴ്ച ഒന്ന് കാണാം. തിരുവല്ലയിലെ ഒരു സ്കൂൾ ഗ്രൗണ്ടാണ്, PMV സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഇതായി കാണുന്നത്. കുട്ടികളുടെ ടീമും അതുപോലെ തന്നെ വലിയവരുടെ ടീമുമാണ് ഇവിടെ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ കപ്പ് ഉയർത്തുന്ന ആരാ? കുട്ടികള് സ്പെയിൻ ആരാധകരാണ്, എന്നാൽ മുതിർന്നവർ അർജന്റീനൻ ആരാധകരാണ്. കപ്പ് ഉയർത്തുന്ന ആരാ? കപ്പ് മുതിർന്നവർക്കൊപ്പം ഒരു കുഞ്ഞ് അതിഥിയും കൂടെ ഉണ്ട്. ആള് മെസ്സി ആരാധകനാണ്. മെസ്സി ആരാധകനാണോ? സ്പെയിൻ ജയിക്കും. എന്തുകൊണ്ടായിരിക്കുന്നത്? 100-150 പേര് കൂടുതൽ കളി കാണാനായിട്ട് വരും. അവർക്ക് വേണ്ട കടക്കാപ്പി, കപ്പ, ആദ്യം ആര് ഗോൾ അടിക്കുന്നോ അന്നേരം തിരിച്ച് ഫ്രണ്ടിൽ വന്ന ഒരു ഡാൻസും എല്ലാം ഉണ്ട്. അവസാനം ഒരു തകർപ്പുണ്ട്. ആ തകർപ്പ് ഇന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ വെളുപ്പിനെ വരെ കാണുമെന്ന് ഉറപ്പാണ്. ആര് ജയിച്ചാലും കാറ് മൊത്തം മെസ്സിയും അർജന്റീനയും ആക്കി ഇട്ടിരിക്കുന്നതാണ്. ആ കാറിന്റെ ഉടമസ്ഥനും ഇവിടെ ഉണ്ട്. മെസ്സി എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാ. 8,000 രൂപ മുടക്കി ഇറക്കിയത്. 8,000 രൂപ. അപ്പൊ അർജന്റീന എന്ന് പറയുന്നത് ആരൊക്കെയാ? സ്പെയിനോ? ഫോർട്ട് കൊച്ചിയിലെ സാന്റാക്ലോസ് ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ടീമുണ്ട്, റിയൽ ഫുട്ബോളേഴ്സ്. സ്പെയിനിന്റെ ഫാൻ ആണെങ്കിലുണ്ടോ? പോർച്ചുഗൽ ഫാൻസ് ആയിരുന്നു, പോർച്ചുഗൽ ബ്രസീൽ ഫാൻസ് ആയിരുന്നു. ഇപ്പൊ സ്പെയിനിലേക്ക് മാറിയിട്ടുണ്ട്. അതേപോലെ നല്ല കളിയാണ് കഴിച്ചു. മോശമാകാൻ പാടില്ല. അർജന്റീന കപ്പെടുക്കുന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വാസം. വേൾഡ് കപ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല 2 കംബാക്ക് നടത്തിയത്. ഞാൻ കണ്ടതിൽ മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. എന്തായാലും അർജന്റീന കപ്പടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആരാധകർ ഇവിടെ കൂടിയിരിക്കുന്നത് ഏതാണ്? അർജന്റീന ജയിക്കും. ആദ്യമായിട്ട് ഒരു ബ്രസീൽ ആരാധകൻ പറയുന്നത് അർജന്റീന ജയിക്കും. ഇപ്പോഴുള്ള അർജന്റീനയുടെ കളി എങ്ങനെയുണ്ട്? പൊതുവെ അടിപൊളിയായിരുന്നു. നല്ല പാസും ഷൂട്ടും എല്ലാം ഉണ്ടായി. ലാസ്റ്റ് 5 മിനിറ്റിൽ അർജന്റീന എപ്പോഴും ഗോൾ അടിക്കും. പിന്നെ പേടിക്കാൻ ബ്രസീലാണ് നമ്മുടെ മെയിൻ. പക്ഷെ ആ സെമി കണ്ടതിന് ശേഷമാണ് നമ്മളൊരു അർജന്റീന ഫാൻ ആയതുണ്ട്. മെസ്സി മിനിമം 3 ഗോൾ അടിക്കും. ഹാട്രിക്. ആരായിരിക്കും ജയിക്കാൻ ഒരുമിച്ചെന്ന് പറഞ്ഞേ? കുട്ടനാട്ടിലെ ഒരു വലിയ പാടശേഖരമാണ്. ആ പാടശേഖരത്തിന്റെ നടുക്കാണ് ഈ ഫ്ലെക്സ് ഉള്ളത്. അന്ന് പറഞ്ഞത് തന്നെ ആണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ ഇത് ജയിക്കും. അതൊരു ആരാധകന്റെ ആവേശമല്ല. സ്പെയിനിന്റെ ടിക്കിറ്റാക്ക തന്ത്രങ്ങൾ മുഴുവൻ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് മെസ്സി. അതുകൊണ്ട് അതെല്ലാം ബ്രേക്ക് ചെയ്ത് എതിരില്ലാത്ത 3 ഗോളിൽ ഇന്ന് ഫൈനൽ ജയിച്ചിരിക്കും. നീ കളി കാണോ? ഫുള്ളിരുന്നു ഫുട്ബോൾ ഞാനും മാവോയും കളിക്കും. റൊണാൾഡോ പൊങ്ങി അവിടെ നിപ്പുണ്ട്. ആദ്യം ഇവരെല്ലാം വലുത് വെച്ചതാ, ഇപ്പൊ ഞങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുമോ? റൊണാൾഡോ വലിയവനാണ്, അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആളുകളൊക്കെ ഇവിടെ വന്ന് കുടുംബമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും അതിനെ മെസ്സി മുക്കായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ മാറട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ സോക്കർ സ്കൂളിലാണ്. ഇവിടുത്തെ കായിക താരങ്ങളാണ് ഇവരെ. ഏത് ടീമാണ്? സ്പെയിൻ ജയിക്കോ? പക്ഷെ അർജന്റീനക്കാരാണല്ലോ കൂടുതലുള്ളത് ഇവിടെ, അല്ലേ? ഇവരെ പരിശീലിപ്പിക്കുന്ന സലീംകുട്ടിയുണ്ട്. സലീംകുട്ടി സന്തോഷ് ട്രോഫി താരം കൂടിയാണ്. ഞാൻ ബ്രസീൽ ആരാധകനാ, പക്ഷെ അർജന്റീന ജയിക്കാനാ ചാൻസ്. ടീം നല്ലൊരു സ്പെയിനുമാണ്, പക്ഷെ അർജന്റീനയ്ക്ക് ഈ വ്യക്തിഗത മികവ് കൂടുതലുണ്ട്. സ്പെയിനെ ജയിക്കത്തുള്ളൂ. എന്താണ്? അർജന്റീന നോക്കും. ആണോ? നിങ്ങള് ബ്രസീൽ ആരാധകനാണോ? അല്ല, പോർച്ചുഗൽ. എല്ലാ ടീമുകളിലെ ആരാധകരും ഇപ്പം സ്പെയിനോട് ചേർന്നിരിക്കും, അല്ലെ? നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പള്ളിക്കത്തോടാണ്. അർജന്റീന ആരാധകരാകുമ്പോൾ സ്വാഭാവികമായും അതിലൊരു അഹങ്കാരമൊക്കെ തന്നെ കാണുമല്ലോ. സ്വാഭാവികമായി ഞങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞ് 2ാമത്തെ കപ്പെടുക്കാൻ, ഈ നൂറ്റാണ്ടിലെ 2ാമത്തെ കപ്പെടുക്കാൻ പോകുന്ന ടീമാണ്. ഞങ്ങൾ ഒറ്റയ്ക്കാ വന്നത്, ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് എതിരായിരുന്നു. ഈ വണ്ടിയിൽ ഇമാതിരി പരിപാടി ആരാ പറഞ്ഞു? അത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ എടുത്തു, കോപ്പ അമേരിക്ക എടുത്തു, എല്ലാം എടുത്തു. ഈ പ്രാവശ്യം പുള്ളി തൂക്കും. കരയേണ്ടവർ കരയുക, അവരെല്ലാരും കൂട്ടത്തിലിരുന്ന് കരയുക. പുള്ളി പറഞ്ഞു ഒറ്റയ്ക്കാ വന്നേന്ന്. ഫിഫ എന്നൊരു വലിയ സംഘടന അവരുടെ കൂടെ ഉണ്ട്. ഫിഫ എന്നൊരു വലിയ സംഘടന അവരുടെ കൂടെ ഉണ്ട്. കളിച്ച് ആദ്യമായിട്ട് ഈ കരച്ചിൽ എപ്പോഴും തുടരും. ഗോൾ അടിച്ചിട്ട് സമ്മതിക്കുന്നില്ല. റഫറി ഗോൾ അടിച്ചിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ ഇതിക്കുള്ള തന്നെ വേണ്ടേ? 5 തവണ എടുത്തു. നിങ്ങൾ 4 തവണ ആയിട്ടുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം.
ഞങ്ങൾക്ക് നിലവിലെ 3 ഉള്ളൂ. അപ്പം ചേട്ടാ ഇന്ന് നമ്മൾ കപ്പടിക്കുന്നു ഉറപ്പിച്ചു. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വാ. അർജന്റീന ടീമിനെ അംഗീകരിക്കുന്നു, മെസ്സിയെ അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ മേലാത്ത അർജന്റീന ഫാൻസിനെയാണ്. യുവമാരെ ഇന്ന് ഞങ്ങൾ തോപ്പിച്ചിരിക്കും. ഈ കൊടി എന്തിനാ ഇനി അത് പറ. ഈ കോഴിയോട് പുച്ഛ തന്നെ അത് പറഞ്ഞു. കോഴിയോടുള്ള പുച്ഛം പറയൂ. ആർക്കോ അത് പറ. ഇന്നാർക്കോ ഇന്ന് രണ്ടുപേര് കളിക്കുമ്പോ ആർക്കെങ്കിലും കിട്ടിയാലേ പറ്റുള്ളൂ. ഞാൻ സ്പെയിനെ പറയുള്ളൂ. 80 മിനിറ്റ് അവര് കളിച്ചോട്ടെ, ഞങ്ങൾക്ക് 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി. അർജന്റീനക്കിട്ട് ഒരു ഗോൾ കിട്ടിയോ അവിടെ തീർന്നു പരിപാടി. അപ്പളെ ഫോൺ ചെയ്യും. കളി മാറ്റി പിടിച്ചോ. കപ്പ് കളി കാണാൻ തുടങ്ങി അന്ന് തൊട്ട് അർജന്റീനയുടെ നോക്കും. കപ്പ് ഞങ്ങൾ നോക്കും. ഉമ്മല്ലെന്ന് കണ്ടം വഴി ഓടും. വൈകിട്ട് രാത്രി കണ്ടം വഴി ഓടും. നിങ്ങളല്ല ഈ കിടന്ന് ചിലയ്ക്ക് ഒറ്റ കളി. ഈ ബ്രസീലിയൻ ജേഴ്സി ഒക്കെ നോക്കി അറിയാം. സ്പെയിന്റെ ജേഴ്സി ഒക്കെ അടിയിട്ടേക്കുന്നത്. ഒന്ന് ജേഴ്സി എന്തായാലും ആവേശത്തിന് ഒരു കുറവില്ല. നല്ല അടിപൊളി കളിയായിരിക്കും. നല്ല ടൈറ്റ് മാച്ചായിരിക്കും. ഇതിൽ മെസ്സി മുത്തേ കപ്പടിച്ചേക്കണേ. എന്തായാലും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പല സ്ഥലങ്ങളിലെ ആരാധകരെയാണ് കണ്ടത്. അതിൽ രസകരമായ ട്രോളുകളും ഒക്കെ ഉണ്ട്.